നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോണിൽ. സ്വാലിഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് ലഹരി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്, പിന്നീട് അതിന് പുറത്ത് കടന്ന ആളാണ്. സ്വാലിഹ്, എത്ര കാലം മുൻപാണ് താങ്കൾ ലഹരി ഉപയോഗിച്ചിരുന്നത്? എങ്ങനെയാണ് അതിന് പുറത്ത് കടന്നത്? ഞാന് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം സ്വാലിഹ്. ഞാൻ നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ശരിയായിപ്പോൾ. ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 മാസം 9ാം ക്ലാസ് ഏകദേശം 3 മാസത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആ ഒരു 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇതിന് ചെറിയ രീതിയിൽ തന്നെ ഒരു സിഗരറ്റിൽ നിന്ന് തുടങ്ങി 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ഏകദേശം അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എനിക്ക് ഒരു 9ാം ക്ലാസ് തന്നെ 2 മാസം തന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ പഠിപ്പ് ഏകദേശം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നീട് ഞങ്ങള് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ അല്ലെങ്കിൽ മലയുടെ അരുവിലേക്ക് ഞങ്ങൾ പോയിരിക്കും. പിന്നീട് ആ ഒരു 9ാം ക്ലാസത്തെ ജീവിതം ഞങ്ങൾ എത്തിച്ചത് ഒറ്റപ്പാലം സബ് ജയിലിലേക്കായിരുന്നു. കാരണം ഞങ്ങൾ അന്ന് അത് ഉപയോഗിക്കേണ്ട കാരണം ഞങ്ങൾക്ക് കിട്ടാതായ സമയത്ത് ഞങ്ങള് വയലന്റ് ആവാൻ തുടങ്ങി. കാരണം എന്റെ ഉപ്പാക്ക് നേരെ അക്രമം അയച്ചേണ്ട ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഉപ്പാക്ക് നേരെയാണ് ഞാൻ ആദ്യമായിട്ട് കത്തിയെടുത്ത് ചെന്നത്. എന്റെ ഉപ്പാക്ക് നേരെയാണ്. അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വരെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വാലിഹ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ലഹരി എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിൽ എത്തിയിരുന്നത്? ഇല്ല, ഞാൻ ഇതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും പറഞ്ഞതാണ്. നമ്മുടെ സ്കൂളിൽ ഒരുപക്ഷെ സാറിനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ ലെവലിൽ എത്തുന്ന മറ്റുള്ളവർക്ക് അറിയാത്തോണ്ടായിരിക്കാം, നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നല്ല രൂപത്തിൽ ലഹരി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് അന്നേ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇത്രക്കൊരു ഇഷ്യൂ വരേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. കാരണം MDMA എന്നുണ്ടെങ്കിലും കഞ്ചാവ് എന്നുണ്ടെങ്കിലും സുലഭമായിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോ. സ്വാലിഹ്, ഇത് അപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസ കൊടുക്കേണ്ടി വരില്ലേ ഇത് കിട്ടാൻ? ആ പൈസ കൊടുക്കണം. അതിന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ ആളുകളെ ആക്രമിച്ചിട്ട് അവരുടെ പൈസ തട്ടിപ്പറിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളത് ഈ കഞ്ചാവെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഞ്ചാവിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് ആ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അച്ഛനാണോ അമ്മയാണോ പെങ്ങളാന്നുള്ളൊരു തിരിച്ചറിയാനുള്ളൊരു ബോധം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരെ ആക്രമിക്കേണ്ട സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉപ്പാക്ക് നേരെയാണ് ഞാൻ ആദ്യമായിട്ട് കത്തിയെടുത്ത് ചെന്നത്. ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഭാഷയുണ്ടോ ഇത് കിട്ടാൻ? ഈ ആൾക്കാർ വരുമ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്? ഇല്ല, കല്ലിന്നാണ് പറയാ. കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കിടയിൽ ട്രെൻഡായി നിൽക്കുന്ന കാര്യമാണ്. ഞാൻ കല്ലടിച്ചിട്ട് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കിടയിൽ നല്ല രൂപത്തിൽ ട്രെൻഡായി നിൽക്കുന്നുണ്ട്. കാരണം അന്നത്തെ ഇന്നത്തെയും ഏകദേശം സെയിം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തവണ ഉപയോഗിക്കാൻ തരും, പിന്നീട് നമ്മൾ അതിന് അഡിക്റ്റ് ആകും. കാരണം ഒറ്റ തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്നുള്ളൊരു മനസ്സിന് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാ സ്വാലിഹ് ഇതിന്ന് പുറത്തു കടന്നത്? സ്വാലിഹ്, ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരെ കയറി ചെന്നത് ഒറ്റപ്പാലം സബ് ജയിലിലേക്കായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലത്തുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് മുതൽ എന്റെ അഡ്വക്കേറ്റ് ആഷിം ചെർപ്പശ്ശേരി, അന്നുണ്ടായിരുന്ന പോലീസുകാരും മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരോട് കൂടിയിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ശ്രമം മാത്രമാണ് എന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഇത് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് സ്വാലിഹിന് അറിയാം? നടക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു വിമുക്തിയിലും മറ്റുള്ള ഇതിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പേടിയ തോന്നുന്നുണ്ട്. കാരണം എന്നെ വിളിക്കുന്നത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിരുന്നതൊക്കെ ഒരു 15 വയസ്സിന്റെ പുറത്തേക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ 13 വയസ്സിലെ കുട്ടിയുടെ രക്ഷിതാവ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനടക്ക് ഞങ്ങൾ കൊണ്ടാക്കിയത് 15 വയസ്സിലെ കുട്ടിനെ കൊണ്ടാക്കിയത് കയ്യും കാലും കെട്ടിയിട്ടാണ് ഞങ്ങൾ വിമുക്തിക്ക് കൊണ്ടാക്കേണ്ട സാഹചര്യം വന്നത്. കാരണം പല ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിൽ വിമുക്തിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസാകുമോ, നമ്മളെ ഡീറ്റെയിൽസ് പുറത്തു പോകുമോ എന്നുള്ളൊരു ഇത് ആളുകൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. കാരണം പോലീസുകാർ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊടുത്തു, കാരണം 1-2 പോലീസുകാർ ചെയ്തതിന്റെ പേരിൽ മറ്റുള്ളവരും കൂടി ചാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കിടയിൽ ചെറിയ രൂപത്തിൽ ഇപ്പോഴും ആളുകൾക്കിടയിൽ ഒരു പേടി. കാരണം അവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് വിളിക്കുന്നുണ്ട്, പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പേടിയാണ്, വിമുക്തിയിൽ അറിയിക്കാൻ പേടിയാണ്, എന്റെ മകനിക്കെതിരെ കേസ് വരുമോ എന്നുള്ളൊരു പേടി. ആ ഒരു കാര്യങ്ങൾ എന്നോട് അവർ സംസാരിക്കാറുണ്ട് പലപ്പോഴും. ശരി സ്വാലി, ഞാനൊരു ചെറിയ ഇടവേള